ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. വനത്തിൻ്റെ നടുവിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു. എപ്പോഴും പ്രാർത്ഥനയും തപസ്സുമായി സന്യാസി സമയം ചെലവഴിച്ചു. സന്യാസിക്ക് പല അത്ഭുത സിദ്ധികളും അറിയാമായിരുന്നു. സന്യാസിയുടെ അടുക്കൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പലരും എത്തിയിരുന്നു. ഒരിക്കൽ കുറേ ദേവന്മാർ സന്യാസിയുടെ അടുക്കലെത്തി. അവർ സന്യാസിയോട് പറഞ്ഞു, ഗുരു, ഞങ്ങളെ ഉപദേശം നൽകി അനുഗ്രഹിച്ചാലും. സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദ എന്ന ഒരക്ഷരം മാത്രമേ ഉപദേശമായി തരുന്നുള്ളൂ. നിങ്ങൾ പോയി ഈ അക്ഷരത്തിൻ്റെ അർത്ഥം പഠിക്കൂ, എന്നിട്ട് എൻ്റെ അടുക്കൽ വരൂ. ദേവന്മാർ സന്യാസിയോട് യാത്ര പറഞ്ഞിറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഏതാനും അസുരന്മാർ സന്യാസിയുടെ അടുക്കലെത്തി. അവർ സന്യാസിയെ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളെ ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിക്കണം. നിങ്ങൾ അസുരന്മാരാണല്ലോ, നിങ്ങൾക്കും ഉപദേശമായി ദ എന്ന അക്ഷരം തരുന്നു. ഈ അക്ഷരത്തിൻ്റെ അർത്ഥം പോയി പഠിക്കൂ, എന്നിട്ട് ഈ വഴി വീണ്ടും വരിക. വീണ്ടും കുറേ മനുഷ്യർ സന്യാസിയുടെ അടുക്കൽ ഉപദേശത്തിനായി വന്നു. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളുടെ ജീവിതത്തിന് സഹായിക്കുന്ന നല്ല ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കും ഉപദേശമായി ദ എന്ന അക്ഷരമാണ് ഞാൻ തരുന്നത്. ഈ അക്ഷരത്തിൻ്റെ അർത്ഥം പഠിക്കൂ, അത് നിങ്ങളുടെ ജീവിതത്തിന് സഹായിക്കും, എന്നിട്ട് എന്നെ വന്ന് കാണുക. മനുഷ്യർ സന്യാസിയോട് നന്ദി പറഞ്ഞിറങ്ങി. ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ദ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. കുറേ നാളത്തേക്ക് അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കൂടുതൽ ആലോചനയുടെയും ചർച്ചയുടെയും ഫലമായി അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായി. ദേവന്മാർ പറഞ്ഞു, നമ്മൾ ദേവന്മാരാണ്, ഏറ്റവും ഉയർന്നവരാണ് നമ്മൾ. എല്ലാ സന്തോഷങ്ങളും നാം അനുഭവിക്കുന്നു, അതിനാൽ നമ്മൾ അഹങ്കാരികളായി മാറും. ഇതറിഞ്ഞ സന്യാസി നാം ദമനം ശീലിക്കണമെന്നാണ് ഉപദേശിച്ചത്. അതായത് നാം ശാന്ത സ്വഭാവവും ആത്മനിയന്ത്രണവും ഉള്ളവരായി തീരണമെന്ന്. അസുരന്മാർക്കും ദ എന്ന അക്ഷരത്തിൻ്റെ പൊരുൾ മനസ്സിലായി. അസുരന്മാർ പറഞ്ഞു, നമ്മൾ അസുരന്മാരാണ്, നമ്മൾ ക്രൂരരും കഠിനഹൃദയരുമാണ്, അതിനാൽ നാം ദയ അഭ്യസിക്കണം എന്നാണ് സന്യാസി നിന്നും പഠിപ്പിച്ചത്. എല്ലാവരോടും ദയ കാണിക്കുകയാണ് നാം ചെയ്യേണ്ടത്. സന്യാസിയുടെ ദ എന്ന ഉപദേശത്തിൻ്റെ അർത്ഥം മനുഷ്യർക്കും മനസ്സിലായി. മനുഷ്യർ പറഞ്ഞു, നമ്മൾ മനുഷ്യരാണ്, ധനത്തിനു വേണ്ടി എന്തു ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് നമ്മൾ. അതിനാൽ ധനത്തോടുള്ള ആഗ്രഹം കുറച്ച് ദാനം എന്ന പുണ്യത്തിൽ വളരുവാനാണ് സന്യാസി ഉപദേശിച്ചത്. നാം ദാനശീലത്തിൽ വളരുമ്പോഴേ പണത്തോടുള്ള അത്യാഗ്രഹം കുറയുകയുള്ളൂ. അതിനാൽ അധികമുള്ള പണം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. സന്യാസി പറഞ്ഞ ദ എന്ന അക്ഷരം ദേവന്മാർക്ക് ദമനമായും അസുരന്മാർക്ക് ദയയായും മനുഷ്യർക്ക് ദാനമായും മാറി. ദ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം മനസ്സിലായ ദേവന്മാർ സന്യാസിയുടെ അടുക്കൽ ചെന്നു. സന്യാസി ചോദിച്ചു, നിങ്ങൾക്ക് ദ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? ഉവ്, ഞങ്ങൾ ദമനം പാലിക്കണമെന്നല്ലേ ദ എന്ന അക്ഷരം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത്? അതെ, നിങ്ങൾ ശാന്തശീലവും ആത്മനിയന്ത്രണവും ഉള്ളവരാകണം. സന്യാസിക്ക് നന്ദി പറഞ്ഞ് ദേവന്മാർ അവിടെ നിന്ന് പോന്നു. കുറേ കഴിഞ്ഞപ്പോൾ അസുരന്മാർ സന്യാസിയെ കാണാനെത്തി. അസുരന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ദ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം മനസ്സിലായി. ഞങ്ങൾ ദയുള്ളവരായി തീരണമെന്നല്ലേ അങ്ങ് പഠിപ്പിച്ചത്? ഞങ്ങൾ എല്ലാവരോടും ദയുള്ളവരായി ജീവിച്ചു കൊള്ളാം. മനുഷ്യരും സന്യാസിയെ കാണാൻ വനത്തിലെത്തി. ദ എന്ന അക്ഷരത്തിൻ്റെ പൊരുൾ മനസ്സിലായതിൻ്റെ സന്തോഷത്തിലായിരുന്നു മനുഷ്യർ സന്യാസിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദ എന്ന അക്ഷരം എന്താണെന്ന് മനസ്സിലായി. ഞങ്ങൾ ദാനശീലത്തിൽ വളരണമെന്നാണ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത്. സന്യാസി പറഞ്ഞു, മനുഷ്യരായി നാം പണസമ്പാദനത്തോടുള്ള ആഗ്രഹം മറന്ന് ദാനശീലത്തിൽ വളരുമ്പോഴാണ് സമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾ ദാനത്തിൽ വളരണം. സന്യാസിയോട് യാത്ര പറഞ്ഞ് മനുഷ്യരും യാത്ര തിരിച്ചു. അപ്പോൾ സന്യാസിയുടെ മുഖത്ത് ആനന്ദം അലയടിച്ചു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ധനത്തോടുള്ള ഞങ്ങളുടെ അമിതമായ ആഗ്രഹം പൂർണ്ണമായി മാറ്റുവാനും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.